ഇനിയുണ്ടോ? ഇല്ല, ഇതേ ഉള്ളൂ. നേരത്തെ തന്ന ടാബ്ലറ്റ് കഴിച്ചായിരുന്നോ? കഴിച്ചു. പിന്നെ സിസ്റ്റർ, എനിക്ക് മോളെ ഒന്ന് കാണണം. ഞാൻ ഡോക്ടറോട് പറയാം. എന്താ സച്ചേട്ടാ, മുഖം എന്താ വല്ലാതിരിക്കുന്നെ? എന്തു പറ്റി സച്ചേട്ടാ? എന്താ എന്താ ചോദിച്ചേ? സച്ചേട്ടന് ഇതെന്താ പറ്റിയേ? എന്തോ വലിയ ടെൻഷൻ ഉള്ളതുപോലെ. നമ്മുടെ മൂക്ക് എന്തെങ്കിലും? ഏയ്, മോൾക്കൊരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സച്ചേന്റെ മുഖം ഒന്ന് മാറിയാ എനിക്കറിയില്ലേ. മൂക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യം പറ സച്ചേട്ടാ, എന്താ ഉണ്ടായേ? അത് പിന്നെ ഞാനിങ്ങോട്ട് വരുമ്പോ ഒരു ആക്സിഡന്റ് പറ്റിയ ഡെഡ് ബോഡി. ഓ, അതാണോ കാര്യം? എന്തിനാ അതൊക്കെ നോക്കാൻ പോയേ? എനിക്കാണെങ്കിൽ അതൊക്കെ കാണുന്ന തന്നെ പേടിയാ. ലക്ഷ്മി, ഇരിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്റ്റിച്ചിന്റെ പെയിൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ ഡോക്ടർമാര് പറയുന്നത് വരെ ഇവിടെ കിടന്നേ പറ്റൂ. അല്ല, സച്ചേട്ടൻ ഇന്നലെ ഉറങ്ങിയില്ലേ? അച്ചു ചേച്ചി സച്ചേട്ടനും കൂടി ദത്തെടുത്ത കുഞ്ഞാ ഇവള്. കാര്യമൊക്കെ ശരിയാ. ആ ശിവരാമനുണ്ടല്ലോ, അയാള് കുഞ്ഞിനെ കൊണ്ടുപോകാൻ വരും. അത്രയ്ക്ക് വിഷമത്തോടെ അന്ന് അയാൾ ഇറങ്ങിപ്പോയത്. ഇന്നെങ്കിലും ഒരിക്കൽ എന്തായാലും നമ്മൾ അയാളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും. സച്ചേട്ടന് അമ്മുക്കുട്ടി ഒന്ന് കൊണ്ടുവരായിരുന്നു. ഞാൻ അവളെ കണ്ടിട്ട് എത്ര ദിവസമായി. സച്ചേട്ടാ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? എന്താ കുന്തം? എന്താ സച്ചേട്ടാ ഇത്? ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഒരു വകയും കേട്ടില്ല. സോറി, ഞാൻ വേറെന്തോ ആലോചനയിലായിരുന്നു. പറയ്, എന്താ വേണ്ടത്? എനിക്കിനൊന്നും വേണ്ട. അല്ലെങ്കിലും ആ ലക്ഷ്മിയെ കണ്ടപ്പം മുതലുള്ള മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. താനിങ്ങനെ ഇല്ലാത്തൊന്നും പറയല്ലേ. പ്ലീസ് സിസ്റ്റർ. കുഞ്ഞിനെ തരാം, പക്ഷെ ഉമ്മ വയ്ക്കൊന്നും ചെയ്യരുത്. ആ, ഇല്ല.
സച്ചേട്ടാ, കുഞ്ഞിന് സച്ചേട്ടന്റെ അതേ മുഖ. അത് ലക്ഷ്മിക്ക് തോന്നുന്നതാ. ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ മുഖമൊന്നും അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സ്റ്റേജിൽ. എനിക്ക് എന്തായാലും ഉറപ്പാ ഇത് അച്ഛമ്മോള് തന്നെയാ. ഇങ്ങ് തന്നേക്ക്. ഒരു കുഞ്ഞിനെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. താങ്ക് യു. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ, പിന്നെ വരാം. ശരി. വരണം. ഇടയ്ക്കിടെ ലക്ഷ്മി ഒന്ന് കാണാമല്ലോ. ഉം.